ഹലോ നമസ്കാരം. ഭാവനാസ് ടേബിളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു ബോംബ് സോഡയാണ് ഇന്നത്തെ റെസിപ്പി. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. ആ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. എല്ലാ ഇൻഗ്രീഡിയൻസും ഞാനിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഒരുപാട് ട്രെൻഡിങ് ലിസ്റ്റിൽ വന്നിരിക്കുന്ന റെസിപ്പിയാണ്. അപ്പം ഞാനും കൂടി ഒന്ന് ട്രൈ ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് എങ്ങനെയാണ് ബോംബ് സോഡ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാൻ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് മിൻറ്റ് ലീഫ് വേണം, അതായത് ഒരു 2-3 ടേബിൾ സ്പൂൺ മിൻറ്റ് ലീഫ് വേണം. 2 ചെറുനാരങ്ങ സ്ലൈസ് ചെയ്തത് വേണം. കുറച്ച് ബീട്രൂട്ട് വേണം. പിന്നെ കുറച്ച് ജിഞ്ചർ വേണം. ഒട്ടും എരിവില്ലാത്ത പച്ചമുളകാണ് എനിക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാനൊരു 5-6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവുള്ളതാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്താവുന്നതാണ് കേട്ടോ. അതേപോലെ ബീട്രൂട്ട് ഞാൻ വളരെ കുറച്ച്, എനിക്കൊരു 1.5 ടീസ്പൂണൊക്കെ മതി അരച്ചെടുത്തതാണ് വേണ്ടിയത്. ഇത്രയുമാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. ഇനി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ടൊരു ഗ്രൈൻഡിങ് ജാറിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക്, ജിഞ്ചർ, അതേപോലെ മിൻറ്റ് ലീഫ്, നാരങ്ങയും കൂടെ പിഴിഞ്ഞ് ഒഴിക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്ത് എടുത്തിട്ട് വരണം. നോക്കൂ, നമുക്ക് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് അരച്ചെടുക്കുന്ന കേട്ടോ നല്ലത്. ഇതിപ്പോൾ ക്വാണ്ടിറ്റി കുറവായതുകൊണ്ട് അത്ര അങ്ങോട്ട് അരഞ്ഞ് കിട്ടിയിട്ടില്ല. അതേ മിക്സിയുടെ ഗ്രൈൻഡറിലേക്ക് ഈ ബീട്രൂട്ടും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഇത് അരച്ചെടുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഓൾമോസ്റ്റ് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു പച്ചമുളകിൻ്റെ മിശ്രിതം കയ്യിൽ ഇങ്ങനൊന്ന് പരത്തിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലോട്ട് ഈ ബീട്രൂട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് എല്ലാ അരികൊക്കെ ഒന്ന് മൂടി കൊടുക്കുന്നത് പോലെ ചെയ്യുക. എന്നിട്ട് ബാക്കിയുള്ള ഈ ഗ്രീൻ ചില്ലിയുടെ ഈ ഒരു കൂട്ടുണ്ടല്ലോ, അത് മുകളിലാക്കി വെച്ചൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. നോക്കൂ, ഈ ഒരു പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് വേണ്ടിയത്. നമ്മുടെ ബോംബിൻ്റെ മുകളിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. കാരണം ബോംബ് സോഡയ്ക്ക് വേണ്ട ഉപ്പ് ഇതിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കണം. ഇനി ഒരു സെർവിങ് ഗ്ലാസ് എടുക്കുക. അതേപോലെ നല്ല ചില്ലായിട്ടുള്ള സോഡ, ക്ലബ് സോഡ എടുക്കുക. അത് നമ്മുടെ സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക. മുഴുവനായിട്ട് ഒഴിക്കുക കേട്ടോ. നമ്മുടെ ബോംബ് ഞാൻ കയ്യിലെടുക്കാൻ പോവാണ്. എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് തണുത്തിരിക്കുന്ന ഈ ചിൽ സോഡയ്ക്കകത്ത് ഇട്ട് കൊടുക്കാം. കണ്ടോളൂ, ബോംബ് സോഡ തയ്യാറായിട്ടുണ്ട്. അതിൻ്റെ കളർ ചേഞ്ചായി വരുന്നുണ്ടോ? കണ്ടോ, നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. അങ്ങനെ നമ്മുടെ വിസ്ഫോടനമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ബോംബിൻ്റെ. വളരെ നന്നായി വന്നിട്ടുണ്ട്, കാണാനൊക്കെ കൊള്ളാം. എന്തായാലും ഇനി കുടിച്ച് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. നോക്കൂ, കളർ കംപ്ലീറ്റ് ആയിട്ട് ആ ബീട്രൂട്ടിൻ്റെ കളർ കയറി വന്നു. നല്ല റെഡ് കളറിലേക്ക് നമ്മുടെ സോഡ വന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ? ഇനി ഞാൻ ഈ പ്ലേറ്റിൽ വീണിരിക്കുന്ന സോഡയും കൂടെ എടുത്ത് ഇതിനകത്തേക്ക് ഒഴിച്ചു കേട്ടോ. അപ്പം നമ്മുടെ ഒരു ഗ്ലാസ് സോഡ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ബോംബ് സോഡ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. ഉപ്പൊക്കെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. എരിവും ക്രമീകരിക്കുക. നല്ല ടേസ്റ്റാണ്, കാണാനും നല്ല ഭംഗിയാണ്. ആ ഒരു സോഡയുടെ ആ ഒരു ഗ്യാസൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് കുടിക്കുക. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ബോംബ് സോഡ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഷെയർ ചെയ്യുക. നല്ല വിഭവമായിട്ട് ഇനിയും കാണാം. താങ്ക്